പരിശുദ്ധ ഹറമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗത്ത് ആളുകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, വരുന്നുണ്ട്. പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് തവാഫിന് വേണ്ടി ഹാജിമാർ ഇഹ്റാം ചെയ്തുകൊണ്ട് പ്രവേശിക്കുന്ന വളരെ എളുപ്പമുള്ള, നേരിട്ട് കഅബ കൃത്യമായി പുറത്തുനിന്ന് തന്നെ കാണാം എന്നുള്ളതാണ് ഈ ഗേറ്റിൻ്റെ പ്രത്യേകത. ബാബു മലിക് അബ്ദുൽ അസീസ് ഗേറ്റാണിത്. 1-ാം നമ്പർ ഗേറ്റാണ്. ഇവിടുത്തെ 1-ാം നമ്പർ ഗേറ്റാണ്. ഇതിന് ഒരുപാട് ഭാഗമുണ്ട്. ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് പല ഭാഗങ്ങളുണ്ട്. അജിയാദ്, സദ്, ഷുഹദ, മിസ്ഫല, ഓരോ ഭാഗങ്ങൾ. ഈ ഭാഗം മിസ്ഫല. ഇങ്ങനെ ഈ ഭാഗത്തു നിന്നൊക്കെ ആളുകൾക്ക് ഇഹ്റാം ചെയ്ത് ഹറമിലേക്ക് നേരിട്ട് പരിശുദ്ധ കഅബ കാണുന്ന വിധത്തിൽ. പക്ഷേ ഒരാൾ അവൻ്റെ റൂമിൽ നിന്ന് വുളൂ ചെയ്ത് ഇഹ്റാമിൻ്റെ വേഷത്തിൽ, മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് റൂമിൽ നിന്ന് വുളൂ ചെയ്ത് ഇഹ്റാമിൻ്റെ വേഷത്തിൽ മാത്രമേ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മസ്ജിദുൽ ഹറാം പള്ളിയിലാണ് ആദ്യം കയറുക. മസ്ജിദുൽ ഹറാം പള്ളിയിൽ കയറുമ്പോൾ ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക് എന്ന് പറഞ്ഞ് പള്ളിക്കകത്ത് കയറി തല താഴോട്ട് താഴ്ത്തി കഅബ ജീവിതത്തിൽ ആദ്യമായി കാണുക. ആ സമയത്ത് നടത്തുന്ന ദുആഇന് ഉത്തരമുണ്ടെന്നാണ്. ആ സമയത്ത് അല്ലാഹു മസീദ് ഹാദൽ ബൈത തശ്രീഫൻ വ തക്രീമൻ വ തഅലീമൻ എന്ന പ്രാർത്ഥന നടത്തി നേരെ ഈ മുഹരിമീങ്ങളായ ഇഹ്റാം ചെയ്ത ആളുകൾ നേരെ പോകേണ്ടത് കഅബയുടെ കിഴക്ക് വശത്ത് നിൽക്കുന്ന ഹജറുൽ അസ്വദിൻ്റെ അടുത്തേക്കാണ്. ആ ഹജറുൽ അസ്വദിന് സ്ട്രൈറ്റായിട്ട് നിന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഹജറുൽ അസ്വദ് ചുംബിച്ച് തുടങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് ഇഷാറത്ത് ചെയ്യുക, ഇസ്തിസ്ലാം എന്നാണ് പറയുക. അങ്ങനെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 3 തവണ കഅബയിലേക്ക് ഇസ്തിസ്ലാം ചെയ്ത്, ഹജറുൽ അസ്വദിലേക്ക് ഇസ്തിസ്ലാം ചെയ്ത് കൈ ചുംബിച്ചുകൊണ്ട് കഅബയെ ഇടഭാഗത്താക്കി കഅബയുടെ പുറത്തും പള്ളിക്കകത്തുമായി കഅബ സ്പർശിക്കാതെ, കഅബയുടെ ഷാദർവാൻ, ഹിജ്റുസ്മായിൽ പോലെയുള്ള സ്ഥലങ്ങൾ സ്പർശിക്കാതെ നടത്തുന്ന ആ തവാഫ് 7 ചുറ്റാണ്. ഒരു ചുറ്റലോടുകൂടെ ഹജറുൽ അസ്വദ് മുതൽ ഹജറുൽ അസ്വദ് വരെ ഒരു ചുറ്റലോടുകൂടെ ഒരു തൗഫത്താണാവുന്നത്, ഒരു ചുറ്റ്. എന്നാൽ അത് 7 വട്ടമാകുമ്പോഴാണ് ഒരു തവാഫാകുന്നത്. ഇതാണ് മെയിൻ ഗേറ്റ്. പരിശുദ്ധമായ ഹറമിലേക്ക് അഥവാ തവാഫിന് ഇഹ്റാം വേഷത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും സിമ്പിളായ മെയിൻ ഗേറ്റാണത്. അങ്ങനെ തവാഫ് കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിം അതിൻ്റെ ബാക്കിൽ ചെന്നുകൊണ്ട് 2 റക്അത്ത് തവാഫിൻ്റെ സുന്നത്ത് നിസ്കരിക്കുക. വത്തഖിദു മിൻ മഖാം ഇബ്രാഹിം മുസല്ല. ശേഷം സംസം കിണർ തൊട്ടടുത്താണ്, പക്ഷേ ഇൻ്റർലോക്കാണ്. അപ്പോൾ ഇഷ്ടംപോലെ ടാപ്പുകളുണ്ട്. അതിൽ നിന്ന് സംസം വയറ് നിറയെ കുടിക്കുക. ശേഷം സൈയിലേക്ക് പോകുന്നു. സഫാ മർവക്കിടയിൽ സൈ ചെയ്യുന്നു. സഫയും മർവയും പൂർണ്ണമായി കവർ ചെയ്യണം. 7 ചുറ്റണം. തവാഫിൽ വുളൂ നിർബന്ധമാണ്. എന്നാൽ സൈയിൽ വുളൂ ഇല്ലെങ്കിലും സൈ ശരിയാകും. 7 വട്ടം നടക്കണമെന്ന് മാത്രം. അവിടെ ഓടേണ്ട സ്ഥലമുണ്ട്. പച്ച ലൈറ്റുള്ള സ്ഥലത്ത് ഓടേണ്ടതുണ്ട്. സൈ കയ്യിലോടുകൂടെ ഏകദേശം ഉംറയുടെ പ്രധാന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അതിൽ ബാക്കിയുള്ളത് തഹല്ലുലാവുക എന്നുള്ളതാണ്. മുടി മുണ്ടനം ചെയ്യുക. ആണുങ്ങൾക്ക് ഏറ്റവും അഫ്ളൽ മുടി മുണ്ടനം ചെയ്യലാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിർബന്ധമായ കാര്യം 3 മുടി എടുക്കലാണ്. അങ്ങനെ എടുത്ത് ഉംറയിൽ നിന്ന് തഹല്ലുലാകുന്ന സിസ്റ്റമാണ് ഉംറ. അല്ലാഹു തആല ധാരാളം തവണ ഈ മണ്ണിലേക്ക് വരാനുള്ള തൗഫീക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തിന് നൽകുമാറാവട്ടെ. വരും.